ബിഗ് ബോസ് മലയാളം സീസൺ 7 നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്ന ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നമുക്ക് വീഡിയോസ് മുടങ്ങാനുള്ള മെയിൻ കാര്യം എനിക്ക് പനിയായിപ്പോയി. നല്ല രീതിയിലുള്ള പനിയും ചൂടും. അങ്ങനെ ഡോക്ടർ റെസ്റ്റ് എടുക്കാനൊക്കെ പറയും. നമുക്ക് ഇന്നാണ് ഞാൻ ഇത്തിരിയെങ്കിലും ഒരു കുറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക, കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക. ഇതിനിടയ്ക്ക് ഞാനൊരിക്കലും വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞു ഇരുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. എന്നാലും നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ ആഴ്ച വിജയിപ്പിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ കമൻറ്റൂടെ രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് തറയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി വലിയ രീതിയിലുള്ള വോട്ടിങ്ങിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഈ മണിക്കൂറിൽ ഒന്നാം സ്ഥാനം അനീഷാണ്. 43,211 വോട്ട് നേടിയ അനീഷ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. ഈ വോട്ടിൽ നിന്ന് അനീഷിനെ ഒരാൾക്കും വെട്ടിക്കാൻ സാധിക്കാത്ത വിധം അനീഷിന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകളിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോഴും അനീഷിന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടുപിറകെ രണ്ടാം സ്ഥാനത്ത് അനീഷിൻ്റെ നண்பനും കൂട്ടുകാരനും ഫ്രണ്ട്ഷിപ്പുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഷാനവാസിനെ ആണ് നമുക്ക് രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. 28,123 വോട്ട് നേടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഷാനവാസ് നല്ല വോട്ടിംഗ് മുന്നേറ്റം മണിക്കൂറുകൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും തൊട്ടുപുറകെ മൂന്നാം സ്ഥാനത്ത് വിശലക്ഷ്മിയാണ്. 21,800 വോട്ട് നേടിയാണ് ലക്ഷ്മി മൂന്നാം സ്ഥാനത്ത് തുടരുന്നത്. നല്ല രീതിയിലുള്ള മുന്നേറ്റം ഈ മണിക്കൂറുകൾ ലക്ഷ്മി കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും ഷാനവാസിനെ വെട്ടിക്കാനുള്ള മുന്നേറ്റമൊന്നും കാഴ്ചവെക്കുന്നില്ലെങ്കിലും വോട്ട് നല്ല ചെറിയ രീതിയിലുള്ള മുന്നേറ്റം ഈ മണിക്കൂറുകൾ കാഴ്ചവെക്കുന്നുണ്ട് ലക്ഷ്മി. തൊട്ടുപിറകെ നാലാം സ്ഥാനത്ത് ഗ്രിസൈലാണ്. ഗ്രിസൈൽ ആലു പൊറോട്ട ചുട്ട് കൊടുത്തായാലും എങ്ങനെയായാലും കണ്ടൻ്റ് ഉണ്ടാക്കി നല്ല വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. 20,877 വോട്ട് നേടി ഗ്രിസൈൽ നാലാം സ്ഥാനത്താണ്. തൊട്ടുപിറകെ അഞ്ചാം സ്ഥാനത്ത് ആദിലയാണ്. ആദിലയ്ക്ക് ഇപ്പോൾ നല്ല ഹെയ്റ്റ് വരുന്നുണ്ട്, അതേ കണക്കുള്ള സപ്പോർട്ടും വരുന്നുണ്ട്. ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഞാൻ ബിഗ് ബോസ് നല്ല രീതിയിൽ കണ്ട് ഇപ്പോൾ എന്നിട്ടാണ് ഈ വോട്ടിങ്ങിലോട്ട് വന്നത്. നല്ല രീതിയിൽ ഹെയ്റ്റും അതിലേക്കുണ്ട്. 20,799 വോട്ട് നേടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അഞ്ചാം സ്ഥാനത്താണ് ആദില. അങ്ങനെ 20,799 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ആദില. തൊട്ടുപിറകെ ആറാം സ്ഥാനത്ത് അക്ബർ ഖാനാണ്. 20,659 വോട്ട് നേടി അക്ബർ ഖാൻ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറിൽ കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അക്ബർ ഖാൻ. തൊട്ടുപിറകെ ഏഴാം സ്ഥാനത്താണ് പുതിയ വൈൽഡ് കാർഡ് എൻട്രിയായി വന്ന ഏഴാം സ്ഥാനത്ത് ജിഷിനാണ് തുടരുന്നത്. ജിഷിൻ 18,999 വോട്ട് നേടി ജിഷിൻ ഏഴാം സ്ഥാനത്ത്. എട്ടാം സ്ഥാനത്ത് ആര്യൻ ഖത്രിയാണ്. 18,788 വോട്ട് നേടി ആര്യൻ ഖത്രിക എട്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ തൊട്ടുപിറകെ ഒമ്പതാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നിയാണ്. 18,455 വോട്ട് നേടി ബിന്നി ഒമ്പതാം സ്ഥാനത്ത് തുടരുമ്പോൾ പത്താം സ്ഥാനത്ത് സാബുമാനാണ്. 18,101 വോട്ട് നേടി സാബുമാൻ. ഇത്തിരി വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഇത്തിരി കണ്ടൻ്റൊക്കെ ക്യാമറയിലൊക്കെ പതിഞ്ഞതുകൊണ്ടാവാം സാബുമാൻ ഇത്തിരി വോട്ടിൻ്റെ ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. പത്താം സ്ഥാനത്തേക്ക് തള്ളിപ്പോയിരിക്കുന്നത് നമ്മുടെ 11ാം സ്ഥാനത്ത് അഭിലാഷാണ്. 17,899 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 11ാം സ്ഥാനത്താണ് അഭിലാഷ്. നല്ല വോട്ടിംഗ് മുന്നേറ്റം അഭിലാഷ് കാഴ്ചവെക്കുന്നില്ല ഈ മണിക്കൂറുകളിൽ. നല്ല കണ്ടന്റ് കാഴ്ചവെച്ചാൽ അഭിലാഷ് ഇനി തുടർന്ന് പോവാം, അല്ലെങ്കിൽ ഈ ആഴ്ച പെട്ടി കിടക്കിടക്ക് പോവാം. അതേ കണക്ക് തന്നെ മറ്റേ ആവുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.